ഉണ്ണിയ കേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ണിയെ. നോണൊന്നുമില്ല, സോറി. കാലത്ത് തന്നെ നോണൊന്നുമില്ല. ആ അങ്ങനെയൊക്കെയാണ്. അടിപൊളി. Hello. Hello. Get up. Good morning. ഗുഡ് മോർണിംഗ്. Good morning. ഗുഡ് മോർണിംഗ്. Good morning എനർജി ഇല്ലടോ. ഹായ്. ഗുഡ് മോർണിംഗ്. എങ്കിലും രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോണം. ഓടാനാണെങ്കിൽ പട്ടി വരും. ഓടാനല്ല, ഒരു സ്ഥലം വരെയാ. ഗെറ്റ് അപ്പ്. എവിടേക്ക്? ജബൽ ഹഫീദ്. വരൂ. നല്ല ചൂടാണ് ദോശ, മത്തങ്ങ പുളിങ്കറി കാലത്ത്, അതും നല്ല തണുള്ള സമയത്ത്. അടിപൊളിയാണ്. എവിടെ? റെഡി അല്ലേ? റെഡി. ഞാൻ റെഡി. ജിൽ ജിൽ. അയ്യോ ചീപ്പ് എടുത്തില്ല. റെഡി റെഡി. മതി മതി, രാവിലെ ആരും കാണാനില്ല അവിടെ. മീശപ്പുലിമലയിൽ മഞ്ഞ് വീണ കണ്ടിട്ടോന്ന് ചാർലിയില് ദുൽഖർ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ജബൽ അഫീത്തിലെ മഞ്ഞ് വീഴ്ചയും ഉണ്ടെങ്കിൽ മഞ്ഞ് വീഴ്ചയും ഇല്ല എങ്കിൽ സൂര്യോദയം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവർക്കും ട്രേസ് ട്രാവൽ ഹബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം. അങ്ങനെ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ജബൽ അഫീത്ത് മൗണ്ടൈൻ്റെ മേലെയാണ്. ജബൽ അഫീത്തിൽ നിന്നുള്ള പ്രഭാത ദൃശ്യങ്ങളാണിത്. ജബൽ അഫീത്ത് മൗണ്ടൻ്റെ മേലെ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ടോപ്പ് ഓഫ് ദ മൗണ്ടൈൻ എത്തിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈസ്റ്റ് ഭാഗം കറക്റ്റായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. മഞ്ഞ് കുറവാണ് മേലെ, അതുകൊണ്ട് നമുക്ക് വ്യൂസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുമെന്ന് വിചാരിക്കണം. The sun is coming up.
ഇന്ന് ക്യാമറമാൻ അപ്പുണ്ണി ഫ്രീ ആണ്. അപ്പുണ്ണിക്ക് ഇന്ന് ബിസി ഒന്നുമില്ല. അപ്പുണ്ണി ഇന്ന് ഫ്രീ ആണ്. സൺറൈസ് എൻജോയ് ചെയ്യണം വിതൗട്ട് എനി ഡിസ്റ്റർബൻസ്. ഇപ്പോൾ ഞങ്ങൾ ജബൽ അഫീദ് എന്നുള്ള മൗണ്ടെയിനിലാണ് വന്നിരിക്കുന്നത്. അറ്റ് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ ആണ്. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിലാണ് മല സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജബൽ അഫീദ് മൗണ്ടെയിൻ്റെ അറ്റ് ദ ടോപ്പിലെ കാഴ്ചകൾ. പിന്നെ ഇവിടെ തൊട്ടിപ്പുറത്തെ സൈഡിൽ വാഹ അൽ മുബാസിറ കഫ്റ്റീരിയ ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് വന്നിട്ട് ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ വന്ന സമയം 6:30-7 മണി ആയതിൻ്റെ പേരിൽ ഇവിടെ ഒന്നും തന്നെ ഇല്ല. നിലവിൽ അവർ തുറന്നിട്ടില്ല. ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാലത്ത് 10 മണിക്ക് ശേഷമൊക്കെ വന്നിട്ട് കഫ്റ്റീരിയയും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഭക്ഷണം, സ്നാക്സ്, ടീ, കോഫി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ ഉണ്ടോ, ഇതെല്ലാം വന്നിട്ട് ലൈം സ്റ്റോൺസ് ആണ് മൊത്തം. ഇത് വന്നിട്ട് അടർന്ന് വീഴുന്നതിൻ്റെ കാരണം കൊണ്ട് ഇവർ വന്നിട്ട് സൈഡിൽ, ഇവിടുത്തെ ഗവൺമെൻറ് ഇവരുടെ സൈഡിൽ വന്നിട്ട് കോൺക്രീറ്റ് ഇട്ട് പോകുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കഫറ്റീരിയ, വഹ അൽ മുബാസിറ കഫറ്റീരിയ. ജബൽ അഫീദ് മൗണ്ടൈൻ്റെ മേലെ ഉള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഇവരിവിടെ തുറന്നിട്ടില്ല. ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ചെയറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള, ഫാമിലിയായിട്ട് വരുന്നവർക്ക് കളിക്കാനുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ 2 മസാജ് ചെയർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഗെയിംസ്, കുട്ടികൾക്ക് കളിക്കാനുള്ള കോയിൻ ഇട്ടിട്ടുള്ള ഗെയിംസിൻ്റെ ഒരു ബോക്സ് ഇവിടെ ഉണ്ട്. നല്ല വിശാലമായ സ്ഥലമാണ്. ഓൾമോസ്റ്റ് ഒരു 3-4-5 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാം നമുക്ക് ചുമ്മാ വന്നിരുന്ന്. നമ്മളപ്പോൾ കാപ്പി കുടിക്കാൻ പോവാണ്. വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. വണ്ടി അവിടെ, നിങ്ങൾക്ക് അവിടെ വണ്ടി അവിടെ കാണാം. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ആ ഒരു മോർണിംഗ് വൈബ് കിട്ടാനുള്ള ആൾക്കാരൊക്കെ പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങ് ദൂരെ, അങ്ങ് അറ്റത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ആ ഒരു സ്ലൈഡിങ്, ഇതെല്ലാം തന്നെ അവിടെ ഉണ്ട്. നമ്മുടെ കൂട്ടുകാരൻ എത്തിയിരിക്കുകയാണ്. എന്താണ്, ചൂയിങ്കം വേണ, കേക്ക് വേണ? എവിടെന്നാ വന്ന്, എവിടെയായിരുന്നു? ഇത്രയും തണുപ്പത്ത് എവിടെ ഇരിക്കണ്? ഹലോ, അതിന് ചാടിക്കറി പിടിക്കുന്നതുകൊണ്ട്. സ്പാരോനെ എന്താ, പൂച്ച എന്തും കഴിക്കും. എങ്ങടാ ഫോക്കസ് ചെയ്യണ്? ഇപ്പൊ ചാടുവട്ടാള്. ഡോ ഇങ്ങോട്ട് നോക്കടോ.
പുലിയുടെ പോലെ ഒരൊറ്റ ഫോക്കസ് ഏരേനെ മാത്രം പോയി കുടിക്കണം. പോയി ഇനി പോയി ആ ടെൻഷൻ പോയി. എന്താണ് വേണ? ആ പിന്നെ എന്താ വേണ്ടേ? ഉണ്ണിയ കേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ണിയെ. നോണൊന്നുമില്ല, സോറി. കാലത്ത് തന്നെ നോണൊന്നുമില്ല. ആ അങ്ങനെയൊക്കെയാണ്. ആ സ്വച്ഛൊന്നും ചെയ്യണ്ട, പോയിക്കോ പോയിക്കോ. ഞങ്ങൾക്ക് നല്ല തണവൊക്കെ ഉണ്ട് കേട്ടാ. പോയിക്കോ പോയിക്കോ. കോഫി അടിപൊളി അടിപൊളി. കാലത്ത് ഒരു 3000 അടി മേലെ ഒരു മലയുടെ മേഖലയിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ നല്ല അടിപൊളി കാപ്പിയും കുടിച്ചിട്ടിരിക്കാൻ നല്ല രസമാണ്. അടിപൊളി. രാവിലൊക്കെ നിങ്ങൾക്ക് രാവിലെയോ വൈകിട്ടോ നിങ്ങളിവിടെ വരണം. രാവിലെ വരികയാണെങ്കിലേ നല്ല ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് പ്രിപ്പയർ ചെയ്ത് ഹോട്ട് ബോക്സിലാക്കി നല്ല ചൂടോടുകൂടി കഴിക്കാൻ പാകത്തിന് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ വന്നിട്ട് സൺറൈസ് മാത്രം കാണണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് വന്നുകൊണ്ട് ജസ്റ്റ് കോഫി, നല്ല കിടുക്കാച്ചി കോഫിയും ഒരു കേക്ക് പീസും മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ഇല്ല എങ്കിൽ വന്നിട്ട് നിങ്ങൾക്ക് വൈകിട്ട് വരാം. വൈകിട്ട് വരികയാണെങ്കിൽ വന്നിട്ട് ഇതുപോലെ ചാർക്കോൾ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഹോട്ട് ബോക്സിൽ ഡിന്നറാക്കി വന്നിട്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് ഈ വിൻ്റർ സമയത്ത് കഴിച്ചു കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും. ഗസ്റ്റൊക്കെ ഓരോരുത്തർ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന റോഡാണത്. നമ്മൾ വന്ന റോഡ് 6 ആയിട്ട് ഇങ്ങനെ റോഡ് ഇങ്ങനെ കാണാം. പിന്നെ ഗ്രീൻ മുബാസിറ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ ഒരുപാട് പ്രൈവറ്റ് ഷാലറ്റ്സ് ഉണ്ട്. നമുക്കത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ വന്നിട്ട് ഗസ്റ്റിന് സ്റ്റേ ചെയ്യാൻ സാധിക്കും. പിന്നെ ലൈം സ്റ്റോണിൻ്റെ ഒരു നല്ല വ്യൂ, ഒരു ഷേപ്പ് ചെയ്തിട്ടുള്ള ലൈം സ്റ്റോണിൻ്റെ വ്യൂ നിങ്ങൾക്ക് കാണാം. ശേഷം വന്നിട്ട് അവിടെ ഒരു ഡാമിൻ്റെ ഒരു ചെറിയ വ്യൂ ഉണ്ട്. അത് ക്ലിയർ അല്ല ആ ഒരു ലൈം സ്റ്റോൺ ഉള്ളതിൻ്റെ പേരിൽ. പക്ഷെ അവിടെ ഒരു ചെറിയ ആ മുബാസിറ ഡാമിൻ്റെ ഒരു വ്യൂ അവിടെ നിന്ന് കാണാം. അതെ, വാഹ അൽ മുബാസിറ കഫറ്റീരിയ. खुला है भैया? खुला है? क्या क्या है अभी? क्या क्या मिलेगा इधर? सुबह कितने बजे से ओपन हो जाएगा? सुबह 8 बजे है ना? कितने बजे तक है? रात को 1-2 हाँ ओके. आपका नाम? ഇബ്രാഹിം. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാൻഡ്വിച്ച്, സലാഡ്, ബർഗേഴ്സ്, മിക്സ് ഗ്രിൽ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ ടീ കോഫി ആസ് യൂഷ്വൽ ടീ കോഫി ജ്യൂസസ് എല്ലാം തന്നെ ഇവിടെ കിട്ടും. ഇപ്പോൾ അവർ ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. സാൻഡ്വിച്ച്, ബർഗേഴ്സൊക്കെ നിങ്ങൾക്ക് ഒരു ½ ആൻ അവറിനുള്ളിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സെർവ് ചെയ്ത് തുടങ്ങും. നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാം. പിന്നെ ബിസ്ക്കറ്റ്സ്, ടോഫീസ്, മാഗി നൂഡിൽസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പിന്നെ സ്നാക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഫ്രഷ് ജ്യൂസ്, ഐസ്ക്രീംസ്, കുട്ടികൾക്ക് പറ്റിയ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചീറ്റോസ്, ലേസ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ओके भैया, थैंक यू वेरी मच. थैंक यू. ओए പൊണ്ടാട്ടി, പോലാമാ, കം. അങ്ങനെ ഞങ്ങൾ ജബൽ അഫീത്തിനോട് ബൈ പറയുകയാണ്. ഇപ്പോൾ ഇനിയൊരവസരത്തിൽ വീണ്ടും വരണം. അപ്പോൾ ജബൽ അഫീത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചെറിയ ഒരു സ്ഥലം, ഒരു 2-3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ. ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാര്യമില്ല.
പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ള സ്ഥലങ്ങൾ കാണുന്നതിൻ്റെ കൂടെ ഐദർ മോർണിംഗ് ഇല്ലെങ്കിൽ ഈവനിങ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിരിക്കും. ബട്ട് ജബൽ ഹഫീദ് മോർണിംഗ് വന്ന് വേറൊരു വ്യൂ ആൻഡ് കളർ, വേറാസ് ഈവനിങ് വന്ന് വേറൊരു വ്യൂ ആൻഡ് ആംബിയൻസ് ആണ്. എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു ഫീല് മോർണിംഗിനും ഈവനിങ്ങിനും. പക്ഷെ രണ്ടിനും അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്.